ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 4. കർദമപുത്രിമാർ. കർദമന്റെ 9 പെൺമക്കളിൽ കലയെ മരീചിയും, അനസൂയയെ അത്രിയും, ശ്രദ്ധയെ അങ്കിരസും, ഹവിർഭുവിനെ പുലസ്ത്യനും, ഗതിയെ പുലഹനും, ക്രിയയെ ക്രതുവും, ഖ്യാതിയെ ഭൃഗുവും, അരുന്ധതിയെ വസിഷ്ഠനും പാണിഗ്രഹണം ചെയ്തു. ഭർത്താക്കന്മാർ 9 പേരും ബ്രഹ്മനന്ദനന്മാരായ മഹർഷികളാണ്. അങ്കിരസിന്റെ പുത്രനാണ് ദേവാചാര്യനായ ബൃഹസ്പതി. കർദമന് ഒരു പുത്രനുണ്ടെന്ന് സൂചിപ്പിച്ചുവല്ലോ. ആ പുത്രന്റെ പേര് കപിലൻ എന്നായിരുന്നു. അദ്ദേഹം കപിലവാസുദേവൻ എന്ന പേരിൽ തത്വചിന്തകനായ ഒരു വലിയ മഹർഷിയായി തീർന്നു. കപിലവാസുദേവനും മാതാവും. വിഷ്ണു ഭഗവാന്റെ അംശം കൊണ്ടുണ്ടായ ഒരു അവതാരമാണ് കപിലൻ. കൗമാരദശയിൽ തന്നെ മാതാപിതാക്കളെ വെടിഞ്ഞ് അദ്ദേഹം തപസ്സിനായി പുറപ്പെട്ടു. അനവധി കാലം അദ്ദേഹം ശ്രീനാരായണമൂർത്തിയെ തപം ചെയ്ത് ഒരു നിഷ്കാമ ജ്ഞാനയോഗിയായി തീർന്നു. കർദമന്റെ ഇളയ പുത്രനായിരുന്നു കപിലൻ. പെൺമക്കൾ 9 പേരും വിവാഹിതരായും മകൻ സന്യാസിയായും പോയതിനു ശേഷം കർദമൻ ധർമ്മപത്നിയായ ദേവഹൂതിയും ഒന്നിച്ച് വളരെ കാലം സർവഭോഗസുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചു. ഒടുവിൽ വിരക്തനായി ദേവഹൂതിയെ വെടിഞ്ഞ് അദ്ദേഹം തപോനിഷ്ഠ ആചരിച്ചു ഒരു തികഞ്ഞ ബ്രഹ്മജ്ഞാനിയായി തീർന്നു. ഭർത്താവിന്റെ വേർപാടിൽ ദുഃഖിതയും അശരണയുമായി ഭവിച്ച ദേവഹൂതി അത്യന്തം സങ്കടത്തോടുകൂടി പുത്രനായ കപിലന്റെ ആശ്രമം തിരക്കി കണ്ടുപിടിച്ച് അവിടെ എത്തി തൻ്റെ ദയനീയ വൃത്താന്തം മുഴുവനും മകനെ ധരിപ്പിച്ചു. ശ്രേഷ്ഠമായ വിഷ്ണുഭക്തി മൂലം കപിലന് മുനികൾ ആ കാലത്ത് കപിലവാസുദേവൻ എന്നുള്ള നാമധേയം നൽകിയിരുന്നു. മാതാവിന് മനസ്സമാധാനം വരുത്തുവാൻ വേണ്ടി അദ്ദേഹം ഇപ്രകാരം ഉപദേശിച്ചു. അമ്മയ്ക്ക് പ്രായമായി. ഈശ്വരചിന്തയിൽ ലയിച്ചിരിക്കേണ്ട കാലമാണിത്. ഇപ്പോഴും ഭർതൃസുഖം അനുഭവിക്കണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് അജ്ഞത കൊണ്ടാണ്. ശരീരസംബന്ധമായ മോഹത്തിൽ നിന്നും സ്ത്രീ പുരുഷന്മാർക്ക് വിഷയാസക്തി ജനിക്കുന്നു. ഭക്തി കൊണ്ട് മാത്രമേ നരകപ്രദമായ വിഷയാസക്തിയെ പരിത്യജിക്കുവാൻ സാധിക്കൂ. യഥാർത്ഥമായ ഭക്തിയാണ് മുക്തിക്ക് കാരണം. ഭക്തിക്ക് വേണ്ടി ഇന്ന വിധത്തിൽ ദൈവത്തെ ഭജിക്കണമെന്നില്ല. സർവവും ഈശ്വരനായി കണ്ടുകൊണ്ട്, അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണെന്ന് ധരിച്ചുകൊണ്ട്, സർവവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് കാര്യവും പ്രവർത്തിക്കുന്നത് ഭക്തിയോഗമാണ്. ഒന്നിലും പ്രത്യേകമായ അഭിനിവേശമോ ആശയോ പ്രതിഫലേച്ഛയോ കൂടാതെയുള്ള നിഷ്കാമ ഭക്തിയാണ് ഉത്തമമായ ഭക്തി. എന്നാലും ഭക്തൻ ഭക്തിയോടുകൂടി ആശിക്കുന്നത് ഭഗവാൻ നൽകുന്നു. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം എന്ന പഞ്ചഭൂതങ്ങളും, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന പഞ്ചസൂക്ഷ്മഭൂതങ്ങളും, മനസ്സ്, കണ്ണ്, മൂക്ക്, നാക്ക്, കർണം, ത്വക്ക് എന്നിങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും, മനസ്സ് എല്ലാത്തിലും ഉപരിയായ അന്തരേന്ദ്രിയമാണ്. വദനം, പാണി, പായു, പാദം, ഉപസ്ഥം എന്നിങ്ങനെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം മായികമായ വെറും തോന്നലാണെന്നും അവ നശ്വരമായ ശരീരത്തെ സംബന്ധിക്കുന്നവ മാത്രമാണെന്നുമുള്ള ബോധമുണ്ടായാൽ അപ്പോൾ യഥാർത്ഥമായ ഭക്തി ഉദിക്കുന്നു. ഭക്തിയുണ്ടായാൽ അതിൻ്റെ കൂടെ മുക്തിയും കൈവരുന്നു. 1. ഭഗവാൻ ശ്രീ വൈകുണ്ഠപതിയുടെ അവതാര കഥകളെയും അവദാന ഗുണമഹിമകളെയും കേട്ട് ആനന്ദിക്കുക. 2. ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുക. 3. ഭഗവാനെ സദാ മനസ്സിൽ സ്മരിക്കുക. 4. അദ്ദേഹത്തെ സങ്കല്പിച്ചുകൊണ്ട് ഏതു കാര്യവും പ്രവർത്തിക്കുക. 5. ഭഗവാന്റെ രൂപത്തിലോ വിഗ്രഹത്തിലോ പുഷ്പങ്ങൾ അർച്ചിക്കുക. 6.
ഭഗവത് വിഗ്രഹത്തെ ദർശിച്ച് കൈകൂപ്പി വന്ദിക്കുക. 7. ഭഗവാനെ തൻ്റെ തോഴനായോ യജമാനനായോ ഭാവിക്കുക. 8. ഭഗവാന്റെ ദാസനാണ് താനെന്നോർത്ത് ഭക്തിയോടുകൂടി അശ്രുക്കൾ വാർക്കുക. 9. സർവവും ഭഗവാനിൽ ആത്മാർപ്പണം ചെയ്യുക. ഏവം വിധങ്ങളായ 9 ഉപാസനകൾ മൂലമുണ്ടാകുന്ന ചിത്തവൃത്തിയാണ് പരമമായ ഭക്തി. ഈ 9 ഏതെങ്കിലും ഒന്നുണ്ടായാലും അവൻ ഭക്തനാണ്. ഹൃദയത്തിൽ വഞ്ചനാത്മകമായ കാപട്യത്തിൻ്റെ കറ പറ്റരുതെന്ന് മാത്രം. അതുകൊണ്ട് അമ്മ സർവ മനോവ്യാകുലതയും വെടിഞ്ഞും ഭക്തവത്സലനായ ശ്രീനാരായണമൂർത്തിയെ ധ്യാനിച്ചും ഭജിച്ചും കീർത്തിച്ചും പൂജിച്ചും വന്ദിച്ചും ആനന്ദമായി ജീവിക്കൂ. അമ്മയ്ക്ക് മനഃശാന്തിയും പരമോത്കൃഷ്ടമായ സായുജ്യവും ലഭിക്കും. ഇപ്രകാരം കപിലവാസുദേവൻ മാതാവിനെ ഉപദേശിച്ച് മനസ്സിലെ വേദനയും വ്യാകുലതയും ശമിപ്പിച്ച് ജനനീപാദങ്ങളിൽ വീണു നമസ്കരിച്ച് യാത്രയാക്കി. പുത്രന്റെ ഉപദേശമനുസരിച്ച് ദേവഹൂതി സർവവിധ ജീവിത സുഖചിന്തകളും വെടിഞ്ഞ് ഭക്തിയോഗത്താൽ ഒടുവിൽ സായുജ്യ പദമടഞ്ഞു. കപിലൻ മാതാവിനെ യാത്രയാക്കിയതിനു ശേഷം അനവധി യോഗികളാൽ അനുഗതനായി ആശ്രമം വെടിഞ്ഞ് വീണ്ടും തപസ്സിനായി മേരുപർവ്വതം പ്രാപിച്ചു. ഈ കപില മഹർഷിയാണ് അനന്തരകാലത്ത് സൂര്യവംശത്തിലെ സഗരൻ എന്ന രാജേന്ദ്രന്റെ 60,000 പുത്രന്മാരെ പാതാളത്തിൽ വച്ച് ശപിച്ചു ഭസ്മമാക്കിയത്. മനുപുത്രികൾ. ആകൂതി. ദേവഹൂതിയുടെ ജ്യേഷ്ഠത്തിയും സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരിൽ മൂത്തവളുമായ ആകൂതിയെ രുചി എന്ന ഒരു പ്രജാപതി പാണിഗ്രഹണം ചെയ്തു. വിഷ്ണുഭക്തരായ ആ പുണ്യ ദമ്പതികൾക്ക് ഭഗവാൻ തൻ്റെ അംശം കൊണ്ട് യജ്ഞൻ എന്ന പേരിൽ ഒരു പുത്രനായി ജനിച്ചു. ലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ടുണ്ടായ ദക്ഷിണ എന്ന സുന്ദരാംഗിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിശ്രേഷ്ഠന്മാരായ 12 പുത്രന്മാരും അവർക്കുണ്ടായി. അനവധി മഹായാഗങ്ങളും സൽക്കർമ്മങ്ങളും നടത്തി അദ്ദേഹം ത്രിലോകങ്ങളിലും പ്രസിദ്ധനായി ഭവിച്ചു. ആ മന്വന്തരത്തിൽ യജ്ഞൻ ദേവേന്ദ്രനായി അവരോധിക്കപ്പെട്ടു പുണ്യകീർത്തി നേടി. പ്രസൂതി. ദേവഹൂതിയുടെ അനുജത്തിയായ പ്രസൂതിയെ ബ്രഹ്മദേവന്റെ പാദാങ്കുഷ്ടത്തിൽ നിന്നും ജനിച്ച ദക്ഷൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 50 പുത്രിമാരും അഷ്ടവസുക്കളും സന്താനങ്ങളായി ഉണ്ടായി. പുത്രിമാരിൽ 10 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ പേരുകൾ യഥാക്രമം കീർത്തി, ലക്ഷ്മി, ധൃതി, മേധ, പുഷ്ടി, ശുദ്ധി, ക്രിയ, ബുദ്ധി, ലജ്ജ, മതി എന്നിപ്രകാരമാണ്. 27 പുത്രിമാരെ ചന്ദ്രനെ കൊണ്ട് വേളി കഴിപ്പിച്ചു. അവരുടെ നാമങ്ങൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ പേരുകളാണ്. ബാക്കിയുള്ള 13 നന്ദിനികളെ മരീചി പുത്രനായ കശ്യപനും വിവാഹം കഴിച്ചു. അവരുടെ പേരുകൾ യഥാക്രമം ഇപ്രകാരമാണ്: അതിഥി, ദിതി, ധനു, കല, അനായുഷ, സിംഹിക, മുനി, ക്രോധ, ധ്രുവ, വരിഷ്ഠ, കദ്രു, വിനത, കപില. ബ്രഹ്മപുത്രനായ മരീചിക്ക് കർദമപുത്രിയായ കലയിൽ ഉണ്ടായ തനയനാണ് കശ്യപൻ. ദക്ഷൻ ആദ്യം 10 നന്ദിനിമാരെ ധർമ്മദേവനെ കൊണ്ട് വേളി കഴിപ്പിച്ചുവെങ്കിലും പിന്നീടുണ്ടായ 3 കുട്ടികളെ കൂടി അദ്ദേഹത്തിന് പത്നിമാരായി നൽകി. അങ്ങനെ 13 പത്നിമാർ. അവരിൽ മൂർത്തി എന്ന പുണ്യവതിയിൽ ധർമ്മദേവന്റെ തനയന്മാരിൽ വിഷ്ണുവിൻ്റെ അംശം കൊണ്ട് നരനാരായണന്മാർ പൂജാതരായി. നരനാരായണന്മാർ. ആ കാലത്ത് 1000 കവചങ്ങൾ അണിഞ്ഞ സഹസ്ര കവചൻ എന്ന ഒരു ദൈത്യേന്ദ്രൻ തൻ്റെ അമിത ഭുജബല പരാക്രമത്താൽ ത്രിലോകങ്ങളെ കീഴടക്കി സത്തുക്കളെയും മാമുനികളെയും സദാ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 1000 വർഷം തപസ് ചെയ്യുകയും തുടർന്ന് 1000 വർഷം യുദ്ധം ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള ഒരുവനു മാത്രമേ അവൻ്റെ ഒരു കവചം ഭേദിക്കുവാൻ സാധ്യമാവുകയുള്ളൂ.
അങ്ങനെ ഒരു വരം ആ ദൈത്യേന്ദ്രന് സിദ്ധിച്ചിരുന്നു. അപ്രകാരമുള്ള ഒരുവൻ ഒരിക്കലും ഭൂമിയിൽ ജനിക്കുകയില്ലെന്നുള്ള ബോധ്യം കൊണ്ടാണ് അവൻ അങ്ങനെ പുളച്ചഹങ്കരിച്ചുകൊണ്ടിരുന്നത്. ഈ വരരഹസ്യം ധരിച്ച നരനാരായണന്മാർ 1000 വർഷം തപം ചെയ്ത് അവനുമായി ഉഗ്രസമരം നടത്തി അവൻ്റെ ഒരു കവചം മുറിച്ചു. പിന്നീട് ഒരാൾ തപസ്സനുഷ്ഠിക്കുകയും അപരൻ അടരാടുകയും ചെയ്തു. അങ്ങനെ മാറി മാറി സമരവും തപസ്സും ചെയ്ത് ആ അസുരാധമൻ്റെ 999 കവചങ്ങളും മുറിച്ചു. ഒരു കവചം മാത്രം ശേഷിച്ചു. അതോടുകൂടി അവൻ നിർവീര്യനും ദുർബലനുമായി തീർന്നു. പ്രാണഭീതിയോടുകൂടി അവൻ ഭൂതലം വെടിഞ്ഞ് പാതാളത്തിലെവിടെയോ പോയി ഒളിച്ചു. സഹസ്രകവചന്റെ ഉപദ്രവം അവസാനിച്ചതിനാൽ ദേവകളും മാമുനികളും പ്രസാദിച്ചു നരനാരായണന്മാരെ അനുഗ്രഹിച്ചു. അനന്തരം നാരായണൻ സഹോദരനായ നരനോടും കൂടി ലോകാനുഗ്രഹത്തിനു വേണ്ടി ബദര്യാശ്രമത്തിൽ പോയി തപസ്സയാചരിച്ച് വിഷ്ണുപദം പ്രാപിച്ചു. അതിനുശേഷം നരനാരായണ സാന്നിധ്യമുള്ള ബദര്യാശ്രമം ഒരു പരിപാവന പുണ്യസ്ഥലമായി തീർന്നു. നരനാരായണമൂർത്തി അവിടെ സദാ പള്ളി കൊണ്ടരുളുന്നു എന്നും അവിടെ പോയി തപസ്സു ചെയ്യുന്നവന് ഭഗവത് സായുജ്യം അനായാസേന സിദ്ധിക്കുമെന്നുമുള്ളതാണ് ആ മഹാത്മ്യമേറിയ സ്ഥലത്തിനുള്ള വൈശിഷ്ട്യം. മഹാഭാഗവതം 4-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. 5-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.